2026 JIBക്ക് പ്രിപ്പയർ ചെയ്യേണ്ട സമയമായി. ഒരു നോൺ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം AIFM അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റായിട്ട് അത് തോന്നാറുണ്ട്. യു വിൽ ഫീൽ ഇറ്റ് ഇസ് എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. പക്ഷേ ഒരു കൊമേഴ്സ് സ്റ്റുഡൻസ് അത് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അവർ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് പാസ്സാവുകയും ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് AIFM. കാരണം അതിൽ അക്കൗണ്ടൻസി ഉണ്ട്. ഈ അക്കൗണ്ടൻസി എല്ലാവർക്കും വലിയ പേടിയാണ്. പണ്ട്, അതായത് 80s 90s ഒക്കെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കൂടുതൽ പഠിക്കുന്ന കുട്ടികൾ ഒന്നുകിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കും, അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കും. എഞ്ചിനീയർ ആവേണ്ടവർ ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കും, ഡോക്ടേഴ്സ് ആവേണ്ടവർ സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കും. അല്ലാത്തവർ ഇത് രണ്ടും കിട്ടാത്തവരാണ് പിന്നെ കൊമേഴ്സിൽ പോകുന്നത്. എന്ന് പറഞ്ഞാൽ സാധാരണ ആരെ കൊണ്ടും പഠിച്ച് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ ഒക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ, കുറച്ച് സമയം എടുത്ത് ജസ്റ്റ് സ്റ്റഡി ദ ബേസിക്സ് ആൻഡ് കൺസെപ്റ്റ്സ്. ഇതിന്റെ ബേസിക്കും കുറച്ച് കൺസെപ്റ്റും ഉണ്ട്. അത് സ്വല്പം സമയമെടുത്ത് ഒന്ന് പഠിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അക്കൗണ്ടൻസി ഫിയർ മാറ്റി നിർത്താനൊക്കും. അക്കൗണ്ടൻസി ഫിയർ മാറി നിന്നാൽ ദ റെസ്റ്റ് വിൽ ഫോളോ. ഈസി ആയിട്ട് പാസ്സായി പോരാനൊക്കും. അക്കൗണ്ടൻസി ഫിയറിനെ മാറ്റുക എന്നുള്ളതാണ്. അതിന് ബേസിക്സും കൺസെപ്റ്റും നല്ലതുപോലെ സ്വല്പം സമയമെടുത്ത് പഠിക്കുക. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ടൈം ടു സ്റ്റാർട്ട്. ഇപ്പോൾ തന്നെ തുടങ്ങുക. ഈസി ആയിട്ട് JIB ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി പോലെ നോക്കും. മിനിമം ഒരു 45 മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ 45 മാർക്കെങ്കിലും എടുക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സായി പോലും. അതിന് കുറെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് പഠിക്കുമ്പോഴത്തേക്ക് പിന്നെ ഈ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ഒന്ന് ആവറേജ് ചെയ്ത് വരുന്ന ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ ഒക്കുന്നേ ഉള്ളൂ. AIFM. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.